സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ, തറക്തു ഫീകും അംറൈൻ, രണ്ടു കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാനുള്ള കാലത്ത് ഞാൻ നിങ്ങളെ നോക്കിക്കോളാം, പക്ഷെ ഞാൻ മരിച്ചാലോ ഞാൻ നിങ്ങളെ രണ്ട് കാര്യം ഏൽപ്പിച്ചു പോവാണ്. തറക്തു ഫീകും അംറൈൻ ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, ഈ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയത്തിന്റെ കയ്പ് നീര് കുടിക്കേണ്ടി വരൂല, നിങ്ങൾക്ക് പരാജയത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ വീഴേണ്ടി വരൂല. രണ്ട് കാര്യം മുറുകെ പിടിച്ചാൽ മതി. ഒന്ന് ഖുർആനാണ്, രണ്ടെന്റെ സുന്നത്താണ്. ഇത് രണ്ടും മുറുകെ പിടിക്കാൻ കാസർഗോട്ടുകാരാ നമ്മൾ തയ്യാറാണോ? ഖുർആനിലും സുന്നത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മുടെ ഡ്രസ് കോഡ്, നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മുടെ ജീവിത രീതി, നമ്മുടെ സംസ്കാരം, നമ്മുടെ ചിട്ട, നമ്മുടെ ഓരോ രീതിയും പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധമായ ഹദീസിലേക്കും മാറാൻ തയ്യാറായാൽ ഇന്ന് കൂണുപോലെ വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നമ്മൾക്കെതിരെ ഉണ്ടാവൂല. ഇവിടെ കൊലപാതകങ്ങളുടെ കഥകൾ കേൾക്കേണ്ടി വരൂല. ഇവിടെ ആരാധനാലയങ്ങൾക്കെതിരെ ഒരു കല്ലേറ് പോലും ഉണ്ടാവൂല. ഇസ്ലാമിനെതിരെ ശബ്ദിക്കാനോ ഒച്ചവെക്കാനോ ഇസ്ലാമിനെതിരെ പേന എഴുതാനോ ഒരാളും ഇവിടെ തയ്യാറാവൂല. മടങ്ങിപ്പോവണം തറവാട്ടിലേക്ക്, മടങ്ങിപ്പോവണം ഖുർആനിലേക്ക്, മടങ്ങിപ്പോവണം പരിശുദ്ധ റസൂലിന്റെ ചര്യയിലേക്ക്. നമ്മൾ മാറിയാൽ നമ്മെ ആക്രമിക്കാൻ അള്ളാഹു തന്നെ ആളെ ഇറക്കും. അങ്ങനെയാണ്. ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ലാന്ന് പറയാൻ പറ്റുമോ? തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയത്തിന്റെ കയ്പ് നീര് കുടിക്കേണ്ടി വരൂല. നമ്മുടെ ഇനിയുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇനിയുള്ള തീരുമാനങ്ങൾ എന്താ? ഖുർആൻ മുറുകെ പിടിച്ച് നമ്മൾക്ക് എങ്ങനെ ജീവിക്കാം, ഖുർആനിലൂടെ എങ്ങനെ ജീവിക്കണം, എല്ലാം ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പർവ്വതങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു തആല ഈ ദുനിയാവിന്റെ ഉത്തരവാദിത്തങ്ങളെ. നമ്മെ മാത്രമല്ല, നമ്മൾ അവസാനം ഏൽപ്പിച്ചതാണ്. നമ്മൾക്ക് മുമ്പ് അല്ലാഹു വേറെ ചില ആളുകൾ ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊന്നും ഏറ്റെടുക്കാതിരുന്നപ്പോ നമ്മൾ ഏറ്റെടുത്തതാണ്. ഖുർആൻ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ فأبين أن يحملنها وأشفقن منها وحملها الإنسان. എന്താ പറഞ്ഞത്? ഇന്നാ അറദ്നൽ അമാന, ലോകത്തിന്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം ഏൽപ്പിച്ചത് ആകാശങ്ങളിലുള്ള ആളുകളെയാണ്. അവർ സ്വീകരിച്ചില്ല. അവരോട് പറഞ്ഞു, നന്മ ചെയ്താൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കാം, തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദീനിന്റെ നിയമങ്ങൾ, ദീനിന്റെ ഓരോ കാര്യങ്ങളും ആകാശങ്ങളിലുള്ളവരെ അള്ളാഹു അറിയിച്ചു കൊടുത്തു. അവര് പറഞ്ഞു, വടച്ചോനെ ഞങ്ങൾക്ക് തൽക്കാലം ഇത് വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ. പിന്നെ അള്ളാഹു ഭൂമിയോട് ചോദിക്കാൻ, ഭൂമിയെ ഞാൻ ചില നിബന്ധനകൾ വെക്കുന്നുണ്ട്, അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഭൂമി പറഞ്ഞു, വടച്ചോനെ എനിക്കും പറ്റൂല. പിന്നെയാണ് അള്ളാഹു പറയുന്നത്, വൽ ജിബാൽ, പർവ്വതങ്ങളോടും അള്ളാഹു ചോദിക്കുന്നുണ്ട്, പർവ്വതങ്ങളെയും ഏൽപ്പിക്കുന്നുണ്ട്. അവരും പറഞ്ഞു, ഞങ്ങൾക്കും പറ്റൂല റബ്ബേ. എല്ലാവരും കൈയൊഴിഞ്ഞു. ആര്? ആകാശങ്ങളിലുള്ളവർ, ഭൂമി, പർവ്വതങ്ങളൊക്കെ കൈയൊഴിഞ്ഞു. അവസാനം മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യ നിനക്ക് പറ്റുമോ? മനുഷ്യൻ പറഞ്ഞു, വെരി കൂൾ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സ്വീകരിച്ചോളാം. നമ്മൾ സ്വീകരിച്ചു. എന്നിട്ട് നമ്മൾ തോന്നിവാസം പോലെ ജീവിക്കാൻ അവർ ഏറ്റെടുക്കാത്ത നമ്മൾ ഏറ്റെടുത്തു. فأبين أن يحملنها وأشفقن منها, എല്ലാ പർവ്വതങ്ങളും ഭൂമിയും ആകാശങ്ങളും അല്ലാഹുവേ ഞങ്ങൾക്കിത് സാധിക്കൂല എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തങ്ങളെ ഫഹമലഹൽ ഇൻസാൻ, മനുഷ്യന്മാർ ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, പക്ഷേ മനുഷ്യൻ വിഡ്ഢിയാണ്, മനുഷ്യൻ അക്രമിയാണ്. അറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. മനുഷ്യൻ വിഡ്ഢിയാണ്, അതുകൊണ്ടാണ് ഏറ്റെടുത്തത്. ഇനി ഏതായാലും ഏറ്റെടുത്തു കഴിഞ്ഞ് ഇനി മാറാൻ ചാൻസ് ഇല്ല. ഇനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തുടങ്ങി.
ഇശാ നിസ്കാരം കഴിഞ്ഞ് തുടങ്ങിയ നിസ്കാരം സുബഹി നിസ്കാരം വരെ നീണ്ടു. ദീർഘിച്ചു നിൽക്കുന്ന നിസ്കാരമാണ്. ഒന്നാമത്തെ റക്അത്തിൽ ദീർഘിച്ചു നിൽക്കുന്ന ഖുർആൻ പാരായണം, രണ്ടാമത്തെ റക്അത്തിലും ദീർഘിച്ചു നിൽക്കുന്ന പാരായണം, റുകൂഇൽ ഒരുപാട് സമയം, സുജൂദിൽ ഒരുപാട് സമയം. എന്നിട്ട് സുബഹി നിസ്കാരത്തിന്റെ സമയമായതുപോലും അറിയാതെ നബി തങ്ങൾ ഇങ്ങനെ കരഞ്ഞു 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 കരഞ്ഞു. മഹാനായ ഹബീബിന്റെ റൂമിൽ നിറയെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകുന്നുണ്ട്. നബി തങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിസ്കാരത്തിന്റെ സമയമായി ബാങ്ക് വിളിക്കട്ടെ, ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ കരയുന്ന കണ്ണുകളുമായി പേടിച്ചു നിൽക്കുന്ന ഹബീബിനെ കണ്ടപ്പോ മഹാനായ ബിലാൽ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് ഇങ്ങനെ ഉറക്കമൊഴിക്കുന്നത്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു തന്നു എന്ന് പറഞ്ഞാൽ ഒരു ദോഷം പോലും ഇല്ലാതെ, ഒരു പാപം പോലും ഇല്ലാതെ, ഒരു കുറ്റം പോലും ഇല്ലാതെ അല്ലാഹു നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ ഉറക്കൊഴിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ കണ്ണുനീരൊഴിക്കുന്നത്? ഒന്ന് വിശ്രമിച്ചുകൂടെ, ഒന്ന് ഉറങ്ങിക്കൂടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴാണ് ഹബീബ് പറയുന്നത്, ബിലാലേ, അഫലാ അകൂന അബ്ദൻ ശുകൂറ, ഇത്രയൊക്കെ ഓഫറുകൾ നൽകിയ റബ്ബിന് ഞാൻ ശുക്ർ ചെയ്യണ്ടേ? അല്ലാഹു എനിക്ക് എന്റെ പാപങ്ങളില്ലാതെ എന്നെ സംരക്ഷിച്ചു, ഒരു തെറ്റുപോലും ചെയ്യാത്ത ഒരാളായി അല്ലാഹു എന്നെ സ്വീകരിച്ചു, അതിന് നന്ദി ചെയ്യണ്ടേ? അതൊന്നുമല്ല ഞാൻ കരയുന്നത്. ഞാൻ കരയാനുള്ള കാരണം ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങുകയുണ്ടായി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്കൊരു ആയത്തിറങ്ങുകയുണ്ടായി. ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ആയത്തിറങ്ങുകയുണ്ടായി. ആ ആയത്തിൽ പറയുന്നത്, ഈ ആയത്തോതുകയും ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ ഈ ആയത്തൊരാൾ ഓതിവിട്ടാൽ ഫവൈലുൽ ലഹു, അവന്റെ നാശമാണെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതാൻ ഇതിന്റെ അർത്ഥമൊന്നും ആലോചിക്കാതെ ഖുർആൻ ഇങ്ങനെ ഓതിവിടാൻ. ഈ ആയത്തോതുമ്പോ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ, ഇതിന്റെ ആശയങ്ങളിലേക്ക് പോവാതെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കാതെ ഇത് ഓതിവിട്ടാൽ അവന് നാശമാണ്, അവൻ അപകടമാണെന്ന് അള്ളാഹു എന്നോട് അറിയിച്ചിട്ടുണ്ട്. ആ അർത്ഥം ആലോചിച്ചിട്ട് കരയുകയാണ് ബിലാലേ. ആ അർത്ഥം ആലോചിച്ചിട്ട് ഞാൻ കരയുകയാണ്. എനിക്ക് സ്വസ്ഥത ലഭിക്കുന്നില്ല, എനിക്ക് സമാധാനം ലഭിക്കുന്നില്ല. ഏതാണ് ആ ആയത്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് ഓതിക്കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا ربنا ما خلقت هذا باطلا فقنا عذاب النار. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ആകാശലോകങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട് പരിശുദ്ധമായ ഈ ഖുർആനിന്റെ ആയത്തോതുമ്പോൾ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ ഓതിവിട്ടാൽ അവൻ അപകടമെന്ന്, അവന് നരകമുണ്ട് എന്ന് എന്നെ മലക്ക് വന്നറിയിച്ചപ്പോ അതിന്റെ പേരിൽ ഈ ആയത്തോർത്ത് ഞാൻ കരയുകയാണ്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, അതുപോലെ രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, അവർ നിന്നാലും ഓർക്കുന്നത് സർവശക്തനായ അല്ലാഹുവിനെയാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ, രാത്രി നിന്ന് നിസ്കരിച്ചാൽ അവർ ഓർക്കുന്നത് സർവശക്തനായ ജഗന്നിയന്താവായ സർവലോക പരിപാലകനായ അല്ലാഹുവിനെയാണ്. ഏത് റബ്ബിനെയാണെന്നറിയോ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ,
ലോകത്ത് അള്ളാഹു ഒരാളെ സൃഷ്ടിച്ചാൽ അവർക്ക് അള്ളാഹു ഭക്ഷണം നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം നൽകുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് അവർ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്. നിൽക്കാൻ കഴിയാത്തവർ ഇരുന്നു കൊണ്ടും അള്ളാഹുവിനെ സ്മരിക്കുകയാണ്. നിൽക്കാനും ഇരിക്കാനും കഴിയാത്തവർ കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇവിടെ കാണുന്ന അത്ഭുതങ്ങളെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. വിശാലമായി നീണ്ടുകിടക്കുന്ന പ്രവിശാലമായി നീണ്ടുകിടക്കുന്ന സമാന്തരമായ സമുദ്രങ്ങളെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. അമ്പിളി മാമനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. സൂര്യനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വൃക്ഷങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ. അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ അല്ലാഹ്, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ റബ്ബേ. ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ സൃഷ്ടിച്ചത്. ഇതിന് മനുഷ്യന് പാഠമുണ്ടല്ലോ. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ. അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല.